ഹലോ ഗൈസ്, ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ഉപ്പൂറ്റി വിണ്ട് കയറുന്നതിനെ കുറിച്ചാണ്. അതായത് പാദങ്ങൾ വിണ്ട് കയറുക. ഇന്ന് ഒരുവിധം എല്ലാവരും തന്നെ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം തന്നെയാണ് കാല് വിണ്ട് കയറുന്നത്, അതായത് പാദങ്ങളുടെ ഉപ്പൂറ്റി വിണ്ട് കയറുന്നത്. ഇതിന് പ്രധാനമായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് പാദങ്ങളുടെ മോയ്സ്ചറൈസിങ് നഷ്ടപ്പെടുന്നതാണ്. കാരണം ചർമ്മത്തിൽ ഈർപ്പം നഷ്ടപ്പെടുന്നതനുസരിച്ച് ഉപ്പൂറ്റി വിണ്ട് കയറൽ അധികമാവും. പിന്നെ ദീർഘനേരം നിൽക്കുന്നവരിലും നന്നായിട്ട് കുറേ നേരം ചെരുപ്പിടാൻ നടക്കുന്നവരിലൊക്കെ ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. പിന്നെ പ്രമേഹം, അമിതവണ്ണം, പിന്നെ വൈറ്റമിൻ്റെ കുറവ്, ഇങ്ങനെയുള്ളവരിലും ഇത് അധികമായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഈ ഉപ്പൂറ്റി വിട്ട് കയറുന്നത് ചിലർക്ക് നന്നായിട്ട് വിണ്ട് കയറി നടക്കുമ്പോൾ വേദന കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ ഇതിന് അധികം ആളുകളും ക്രാക്കഡ് ഹീൽ പോലത്തെ ക്രീമുകളൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. ഒരു പരിധി വരെ നമുക്ക് അതൊക്കെ തന്നെ നല്ലത് തന്നെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിന് നാച്ചുറലായിട്ട് ഒരുപാട് തരം പരിഹാരങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതിന് ചർമ്മത്തിൽ ഈർപ്പം നിലനിർത്താത്തത് കൊണ്ട് തന്നെയാണിത് പെട്ടെന്ന് വിണ്ട് കയറുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. അതായത് ഇപ്പോൾ പ്രായം കൂടുന്നതനുസരിച്ച് നമ്മുടെ ചർമ്മത്തിലെ ഈർപ്പം കുറഞ്ഞു വരും. അപ്പോൾ ഇതിന് നാച്ചുറലായി ട്രീറ്റ്മെൻറ്റ് പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ പാർലറിലൊക്കെ പോയിട്ട് പെഡിക്യൂർ എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഈ വിണ്ട് കയറുന്നതിനുള്ളൊരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ നമുക്ക് വീട്ടിലും ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ചെറിയ നാരങ്ങയുടെ നീരെടുക്കുക, കുറച്ച് അതിൽ ഉപ്പ് ഇട്ടിട്ട് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ബക്കറ്റിലിട്ട് അതിൽ കാല് ഒരു 10-20 മിനിറ്റ് നമ്മൾ മുക്കി വെക്കണം. ഈ മുക്കി വെച്ച കാലെടുത്ത് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്യുമിക് സ്റ്റോൺ ഉപയോഗിച്ച് നന്നായിട്ട് ഉരസി കൊടുക്കുക. ഈ പ്യുമിക് സ്റ്റോൺ ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ കാലിൻ്റെ അവിടെയുള്ള ചത്ത കോശങ്ങളൊക്കെ തന്നെ അത് കളയും. ചത്ത കോശങ്ങളൊക്കെ കളയുന്നതോടുകൂടി തന്നെ അവിടെ ആ ഭാഗം എന്ത് ചെയ്യുന്നു, നന്നായിട്ട് മൃദുവായി മാറിക്കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, അത് നന്നായിട്ട് തുടച്ച് കഴിഞ്ഞ ശേഷം നന്നായിട്ട് അവിടെ മോയ്സ്ചറൈസർ, പെട്രോളിയം ജെല്ലി പോലുള്ള വാസ്ലിൻ പോലെയുള്ള മോയ്സ്ചറൈസറുകൾ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മളിത് രാത്രി കിടക്കുന്നതിന് മുമ്പ് ചെയ്യുകയാണെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് എന്തൊക്കെ കൂടെ ഷോക്സ് ഇട്ട് കിടക്കുക. ഇപ്പോൾ ഷോക്സ് ഇട്ട് ഡെയിലി ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് ഡെയിലി കിടന്നു കഴിഞ്ഞാൽ പാദം നന്നായിട്ട് മൃദുവാൻ ചാൻസ് ഉണ്ട്. പിന്നെയുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ആര്യവേപ്പിൻ്റെ ഇലയാണ്. അപ്പോൾ ആര്യവേപ്പ് നന്നായിട്ട് അരച്ച് ആ വെള്ളമുള്ള ഭാഗത്തൊക്കെ തേച്ച് പിടിപ്പിക്കുക. ഇതൊരു 10-20 മിനിറ്റ് വെച്ച ശേഷം കഴുകിക്കളയാം. അങ്ങനെ കഴുകിക്കളഞ്ഞ് ഇതൊരു നമ്മൾ ആഴ്ചയിൽ 2 or 3 ടൈംസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാവും. പിന്നെ ചെരുപ്പ് യൂസ് ചെയ്യുന്നത് നമ്മുടെ കാലിന് പാകത്തിലുള്ള ചെരുപ്പിടുക, കാലിനേക്കാളും സൈസ് കുറഞ്ഞ ചെരുപ്പിടാതിരിക്കുക. അങ്ങനെ അല്ലെങ്കിൽ ഷൂസ് യൂസ് ചെയ്യുക. ഇങ്ങനെ യൂസ് ചെയ്ത് ഒരു പരിധി വരെ നമുക്കിത് വരുന്നത് തന്നെ തടയാൻ പറ്റും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നുള്ളൊരു ട്രീറ്റ്മെൻറ്റ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്ക്രബാണ്. സ്ക്രബ് എന്ന് പറയുന്നത് പഞ്ചസാരയും ഒലീവ് ഓയിലും യൂസ് ചെയ്തിട്ടുള്ള സ്ക്രബാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പഞ്ചസാരയും ഒലീവ് ഓയിലും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് സ്ക്രബ് പരുവാക്കിയിട്ട് നമ്മൾ അവിടെ വിണ്ട് ഉള്ള ഭാഗത്ത് നന്നായിട്ട് പുരട്ടി കുറച്ച് നേരം സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതും അവിടെയുള്ള ചത്ത കോശങ്ങളെ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കി ചർമ്മം മൃദുവാൻ വേണ്ടി സഹായിക്കുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവിടെ നല്ല മൃദുത്വം നമുക്ക് കിട്ടും. അപ്പോൾ മോയ്സ്ചറൈസർ പ്രധാനമായിട്ട് പെട്രോളിയം ജെല്ലി തന്നെയാണ് ഇതിന് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. അത് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ബദാം ഓയിലോ ഇതൊക്കെ നോക്കി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ബദാം ഓയിലൊക്കെ ഉപയോഗിച്ച് നല്ല മസാജ് ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ സാധാ വെളിച്ചെണ്ണ തേച്ചിട്ട് രാത്രി എല്ലാ ദിവസവും കിടക്കുക. അപ്പോൾ കൂടെ ഷോക്സ് ഉപയോഗിക്കാം. ഇതൊക്കെ നമുക്ക് ഒരു പരിധിവരെ കാലിൻ്റെ വിണ്ടുകീറൽ മാറ്റാൻ വേണ്ടി സഹായിക്കുന്നതാണ്. മെയിനായിട്ട് നമ്മൾ ചർമ്മം എപ്പോഴും നമ്മൾ ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ